ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ലീഡ് കോഡ് പ്രോബ്ലം 283 മൂവ് സീറോസിൻ്റെ ജാവയിലുള്ള രണ്ടാമത്തെ സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ ലെഫ്റ്റ് എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഡിഫോൾട്ടായിട്ട് 0 എന്ന് പറയുന്ന പൊസിഷനിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ അറയിലെ എല്ലാ എലമെൻറ്റ്സിൽ കൂടി ഐറ്ററേറ്റ് ചെയ്ത് പോകുന്നു. നമ്മൾ ആദ്യം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കറൻ്റ്ലി നമ്മൾ അറയിൽ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് സീറോ അല്ലെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് നോൺ സീറോ എലമെൻ്റ് ആയിരിക്കും. അപ്പം നോൺ സീറോ എലമെൻ്റ് ആണെങ്കിൽ നമ്മൾ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. നമ്മൾ കറൻ്റ്ലി നിൽക്കുന്ന പൊസിഷനും കറൻ്റ്ലി ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ പോയിന്റ് ചെയ്തേക്കുന്ന പൊസിഷനും ഇത് രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ കറൻ്റ്ലി നിൽക്കുന്ന പൊസിഷനിലെ വാല്യൂവിനെ ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ നിൽക്കുന്ന പൊസിഷനിലോട്ട് നമ്മൾ ആ കറൻ്റ്ലി നിൽക്കുന്ന വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കറൻ്റ്ലി നിൽക്കുന്ന പൊസിഷനിലുള്ള വാല്യൂവിനെ സീറോയിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ അടുത്ത വാല്യൂ പോയിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു കണ്ടീഷൻ കൂടി ഇവിടെ വരും. അതായത് നമ്മൾ നിൽക്കുന്ന പൊസിഷനും ലെഫ്റ്റ് എന്ന് പറയുന്ന പൊസിഷനും സെയിം ആണെങ്കിൽ ഈ ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്യത്തില്ല. സോ നമ്മൾ ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ ആ ഒരു കണ്ടീഷനിലും നമ്മൾ ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ അടുത്ത നോൺ സീറോ എലമെന്റ് പ്ലേസ് ചെയ്യാനുള്ള പൊസിഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് വെക്കും. സോ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഒരു ഫോർ ലൂപ്പേ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് സൊല്യൂഷനിൽ 2 ഫോർ ലൂപ്പാണ് യൂസ് ചെയ്തത്. സോ നമുക്ക് ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ടെസ്റ്റ് കേസ് പാസ് ആയിട്ടുണ്ട്. ഇതൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. സോ സൊല്യൂഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. സൊല്യൂഷൻ ആക്സെപ്റ്റും ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. താങ്ക് യു ഓൾ.